الهدف الثاني في شباك الشمال وفي التوقيت الذي أراده جمال. നമസ്കാരം. സ്നേഹവും പരസ്പര വിശ്വാസവും കൊണ്ട് കെട്ടിപ്പടുത്ത ഒരു സമൂഹത്തിന്റെ ഉള്ളിലേക്ക് വംശീയതയുടെയും മതവിദ്വേഷത്തിന്റെയും ഒക്കെ വിഷം എത്ര വേഗത്തിലാണ് പടർന്നു പിടിക്കുന്നത്, അല്ലെങ്കിൽ എത്ര വേഗത്തിലാണ് കുത്തിവെക്കപ്പെടുന്നത് എന്ന് ഓർക്കുമ്പോൾ, അങ്ങനെ ചിന്തിക്കുമ്പോൾ സത്യത്തിൽ നെഞ്ചു നീറുക. കായിക രംഗത്തിന് മതമോ ഇമാതിരിയുള്ള ജാതി വരിയോ രാഷ്ട്രീയ വരിയോ ഒന്നുമില്ല. നമുക്കറിയാം, പരസ്പര രാഷ്ട്രീയ വെറിയുള്ള അല്ലെങ്കിൽ വലിയ ശത്രുരാജ്യങ്ങൾ പോലും അവർ കായികമായി അവർ ഏറ്റുമുട്ടാറുണ്ട്. അത്തരത്തിൽ കായിക രംഗം എന്നത് മനുഷ്യരെ ഒന്നിച്ചു ചേർക്കേണ്ട ഒന്നാണ്. അവിടെ അതിരുകളില്ല, ജാതിയില്ല, മതമില്ല. കളിക്കളത്തിൽ പന്തുരുളുമ്പോൾ നമ്മൾ കാണേണ്ടത് മനുഷ്യന്റെ കഠിനാധ്വാനം, അവരുടെ സ്വപ്നങ്ങൾ, അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ സ്വപ്നങ്ങൾ. ഇതൊക്കെയാണ് കാണികളായ നമുക്കും ഉണ്ടാവും സ്വപ്നങ്ങൾ. എന്നാൽ തഹസിൻ മുഹമ്മദ് എന്ന ഒരു ഇന്ത്യക്കാരൻ, ഒരു മലയാളി, ലോകത്തിന്റെ ഏറ്റവും വലിയ കായിക മാമാങ്കമായിട്ടുള്ള ഇപ്പൊ നടക്കുന്ന ലോകകപ്പ് ഫുട്ബോള്, ഈ ലോകകപ്പ് ഫുട്ബോളിൽ ഖത്തറിന് വേണ്ടി ബൂട്ട് കെട്ടുമ്പോൾ ഓരോ ഭാരതീയന്റെയും നെഞ്ചിൽ അഭിമാനം കൊണ്ട് വിങ്ങേണ്ടതാണ്. അപ്പൊ ചോദിക്കും, അയാൾ ഖത്തറിന് വേണ്ടിയല്ലേ കളിക്കുന്നത്, ഏത് രാജ്യത്തിന് വേണ്ടിയാണെന്നുള്ളതല്ല. നമ്മുടെ കൂട്ടത്തിലുള്ള നമ്മളൊരു സഹോദരൻ, അതായത് ആദ്യത്തെ ഇന്ത്യക്കാരനാണ് ലോകകപ്പിൽ ബൂട്ട് കെട്ടുന്ന, ലോകകപ്പ് വേദിയിൽ ബൂട്ട് കെട്ടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാണ്. ആ അർത്ഥത്തിൽ നമുക്ക് അഭിമാനം കൊള്ളേണ്ടതാണ്, നമ്മൾ അവനെ സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ചരിത്രത്തിൽ ആദ്യമായി ഒരു മലയാളി ആ വലിയ ലോകകപ്പ് വേദിയിൽ കളിക്കിറങ്ങുമ്പോൾ ആർത്ത് വിളിച്ച് പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. നമ്മളുടെ നെയ്മറിനെയും എംബാപ്പയും അല്ലാത്ത ബാപ്പയും ഒക്കെ നമ്മൾ പൊക്കിപ്പിടിച്ചുകൊണ്ട് നടക്കുന്നു. അവർക്ക് വേണ്ടി വലിയ വലിയ ഫ്ലക്സുകൾ ഉയർത്തുന്നു. ഒരാൾ ഒരു 50 അടി വിൽക്കണമെങ്കിൽ അടുത്ത ആൾ 100 അടി, അയാൾ 100 അടി വിൽക്കണമെങ്കിൽ അടുത്ത ആൾ 150 അടി. ഈ നിലയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുമ്പോൾ ഈ പറഞ്ഞ തഹസിൻ മുഹമ്മദ് എന്ന യുവാവിന്റെ പേര് പലയിടത്തും കാണുമ്പോൾ, അതിന്റെ താഴെ വരുന്ന കമന്റുകൾ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ സങ്കടം തോന്നാണ്. തഹസിൻ മുഹമ്മദ് എന്ന ആ യുവാവിനെ നമ്മൾ പന്തുകളിന്റെ ആരാധകരാകുമ്പോൾ ആർത്ത് വിളിച്ച് പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. പക്ഷേ ആ സന്തോഷത്തിന് മേൽ കരിനിഴൽ വീഴ്ത്തിക്കൊണ്ടാണ് നമുക്കിടയിൽ പ്രവർത്തിക്കുന്ന ചിലരുടെ മനസ്സിലെ അഴുക്ക് ഒഴുക്കിക്കൊണ്ടിരിക്കുന്നത്. വല്ലാത്തൊരു കഷ്ടമാണ്. തഹസിൻ മുഹമ്മദ് നേരത്തെ ഖത്തറിന് വേണ്ടി അവരുടെ പല ക്ലബ്ബ് മത്സരങ്ങളിൽ കളിച്ചിട്ടുണ്ട്. വെറുതെ ഒരു സുപ്രഭാതത്തിൽ ലോകകപ്പിലേക്ക് ബൂട്ട് കിട്ടുന്നതല്ലല്ലോ. ക്ലബ്ബ് മത്സരങ്ങൾ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ നേടിയിട്ടുള്ള മനോഹരമായ ഗോളുകളുടെ വീഡിയോകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വീണ്ടും പ്രചരിക്കുകയാണ്. നേരത്തെ പ്രചരിച്ചതിന് കൂടുതൽ റീച്ച് കിട്ടുന്നു. ഇപ്പോൾ ഒരു മലയാളി എന്ന നിലയിൽ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവർ, തഹസിൻ മുഹമ്മദിനെ ഇഷ്ടപ്പെടുന്നവർ അത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ അത് തരംഗമാകുന്നു. കാര്യം, ഒരു മലയാളി, നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾ ലോകകപ്പിൽ കളിക്കുകയാണ്. ആ കളിമെടുക്കും ആ ഗോളുകളും കണ്ട് കൈയടിക്കുന്നതിന് പകരം ആ വീഡിയോകൾക്ക് താഴെ വംശീയമായിട്ടുള്ള ആക്ഷേപങ്ങൾ, വിദ്വേഷ കമന്റുകൾ നിറയ്ക്കുന്നവരെ കാണുമ്പോൾ ലജ്ജ കൊണ്ട് തലതാഴ്ത്താതെ വയ്യ. من أمام سرابيا وانطلق بعد ذلك باتجاه المرمى تقدم، وصل بثقة، سدد وأسكن الكرة الشباك، أعلن عن رابع الأهداف وأول أهداف تحسين الذي بحث عنه تحل النجم الشاب يختار موعدا كبيرا من أجل أن يدون اسمه تحسين. الهدف الثاني في شباك الشمال وفي التوقيت الذي أراده جمال. സ്വന്തം കഴിവും കഠിനാധ്വാനവും കൊണ്ട് മാത്രം ഈ നിലയിലെത്തിയ ഒരു കായിക താരം കേവലം ഒരു മതത്തിന്റെ പേരിൽ, അവന്റെ വിശ്വാസത്തിന്റെ പേരിൽ വേർതിരിച്ച് കാണാൻ എങ്ങനെയാണ് ചിലർക്ക് സാധിക്കുന്നത് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ 2026 കാലഘട്ടത്തിൽ ഒരു മനുഷ്യൻ തന്റെ വിയർപ്പൊഴുക്കി കളിക്കളത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമ്പോൾ അതിൽ രാജ്യാതിർത്തികൾക്കപ്പുറം ഒരു മലയാളിയുടെ അഭിമാനമുണ്ട്. ഖത്തറിന് വേണ്ടിയാണ് അദ്ദേഹം ഈ ലോകകപ്പിൽ കുപ്പായിടുന്നത്. ഓക്കെ, ശരി. പക്ഷെ ആ കളിക്കാരന്റെ ശരീരത്തിൽ ഓടുന്നത് ഒരു ഇന്ത്യക്കാരന്റെ, ഒരു മലയാളിയുടെ ചോരയാണ്. തഹസിൻ മുഹമ്മദ് എന്ന പേരിന്റെ പിന്നിലെ മതത്തെ മാത്രം നോക്കി ആ മതത്തെ വെറുപ്പിന്റെ ഭാഗത്തേക്ക് നിർത്തി വിഷം തുപ്പുന്നവർ മനുഷ്യത്വം എന്ന വാക്കിനെ കൊച്ചാക്കി കളയാണ്, അതിനെ അപമാനിക്കുകയാണ്. ഇതാണോ നമ്മൾ പഠിച്ച സംസ്കാരം എന്ന് പറയുന്നത്? എപ്പോഴാണ് നമ്മുടെ ഉള്ളിൽ ഇത്രയധികം ക്രൂരതയും വിദ്വേഷവും ഒക്കെ കുത്തിനിറയ്ക്കപ്പെട്ടത്? ഒപ്പം ജീവിക്കുന്നവനെ സ്നേഹിക്കാനും അവന്റെ വിജയങ്ങളിൽ സന്തോഷിക്കാനും കഴിയാത്ത ഒരു മനസ്സ് എങ്ങനെയാണ്, ഏത് കാലത്താണ് ഉള്ളിലേക്ക് കടന്നു കയറിയത്? എങ്ങനെയാണ് അങ്ങനെയുള്ളവരുടെ മനസ്സെന്ന് പറഞ്ഞൊരു മനുഷ്യൻ്റെതാവുക? നാം ഇന്ന് ജീവിക്കുന്നത് ആധുനിക സാങ്കേതിക വിദ്യയുടെയും
വികസനത്തിന്റെയും ഒക്കെ വലിയൊരു ലോകത്താണ്. പക്ഷെ ചിന്തകളുടെ കാര്യത്തില് നമ്മളെ തലച്ചോറ് നമ്മൾ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്നതിന്റെ കാര്യത്തിൽ നമ്മൾ എത്രയോ നൂറ്റാണ്ടുകൾ പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സമൂഹ മാധ്യമങ്ങളിലെ പിതൃശൂന്യമായിട്ടുള്ള പ്രൊഫൈലുകൾക്ക് പിന്നിലിരുന്ന് അല്ലെങ്കിൽ അങ്ങനെ പ്രൊഫൈലുകൾ ഉണ്ടാക്കിക്കൊണ്ട് തഹസിൻ മുഹമ്മദിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ ഗോളുകൾ പ്രചരിക്കുന്ന ആ ക്ലബ്ബ് ഗോളുകളുടെ വീഡിയോകൾക്ക് താഴെ തഹസിൻ മുഹമ്മദിന്റെ നെഞ്ചിലേക്ക് വിദ്വേഷത്തിന്റെ അമ്പുകൾ എയ്യുമ്പോൾ തകരുന്നത് ഒരു കായിക താരത്തിന്റെ മനസ്സ് മാത്രമല്ല, മറിച്ച് നമ്മളൊക്കെ അഭിമാനത്തോടെ പറഞ്ഞിരുന്ന പരസ്പര സ്നേഹത്തിന്റെ, സാഹോദര്യത്തിന്റെ, മതേതരത്വത്തിന്റെ, സൗഹൃദത്തിന്റെ, മനുഷ്യത്വത്തിന്റെ വലിയൊരു പാടാണ്, വലിയൊരു പാരമ്പര്യമാണ്. ഭൂമിയിലെ ഒരു മതവും മനുഷ്യനെ വെറുക്കാൻ പഠിപ്പിക്കുന്നില്ല. അവർ വിശ്വസിക്കുന്ന ദൈവങ്ങളൊന്നും തന്നെ മറ്റുള്ളവരെ ആക്ഷേപിക്കാനും അവരുടെ വിജയത്തെ തരം താഴ്ത്താനും ആരോട് പറഞ്ഞിട്ടുമില്ല. എന്നിട്ടും ദൈവത്തിന്റെ പേരും പറഞ്ഞാണ് പലരും ഈ മനുഷ്യ വിരുദ്ധത മുഴുവൻ കാണിച്ചു കൂട്ടുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ അവരെവിടെ നിൽക്കുന്നു, അവരുടെ മനസ്സെവിടെ നിൽക്കുന്നു എന്നാണ് ചിന്തിക്കേണ്ടത്. പ്രാർത്ഥനാലയങ്ങളിൽ പോയി കൈകൂപ്പുകയും അതുപോലെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നവർ പുറത്തിറങ്ങിയിട്ട് സഹജീവിക്ക് നേരെ നാക്കുകൊണ്ട് വിഷം ചീറ്റുമ്പോൾ അവർ ആരാധിക്കുന്ന ദൈവം പോലും അവരെ നോക്കി പശ്ചാത്തപിക്കുന്നുണ്ടാവും. മതം എന്നത് മനുഷ്യന്റെ നന്മയിലേക്കും സ്നേഹത്തിലേക്കും വഴി നടത്തേണ്ട ഒരു വെളിച്ചപ്പാടാകണം. അനുയായികൾ എന്ന് പറയുമ്പോൾ അതിന് മാതൃകയായിരിക്കണം. വിശ്വാസികൾ എന്ന് പറയുമ്പോൾ അത് പ്രവർത്തിക്കുന്നവനായിരിക്കണം. അല്ലാതെ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ അവന്റെ കുടുംബത്തിലേക്ക് അല്ലെങ്കിൽ അവന്റെ കഴിവിലേക്ക് അവന്റെ വളർച്ചയിൽ ഇരുട്ട് പടർത്താനുള്ള ഒരു ആയുധമാക്കരുത് അവനവന്റെ വിശ്വാസവും അവനവന്റെ മതവും അല്ലെങ്കിൽ അവനവന്റെ പ്രവൃത്തിയും വാക്കുകളും എന്ന് പറയുന്നത്. ഈ വിദ്വേഷ കൂട്ടങ്ങൾ എത്രയൊക്കെ ബഹളം ഉണ്ടാക്കിയാലും തഹസിൻ മുഹമ്മദ് എന്ന മലയാളിയുടെ കളി കണ്ട് നെഞ്ചുപൊട്ടി സന്തോഷിക്കുന്ന, അദ്ദേഹത്തെ ഹൃദയം കൊണ്ട് അനുമോദിക്കുന്ന ലക്ഷക്കണക്കിന് മനുഷ്യർ ഈ നാട്ടിലുണ്ട്. തഹസിൻ മുഹമ്മദിന്റെ ഫ്ലക്സുകളും ഇപ്പൊ കഴിഞ്ഞ ദിവസം നോക്കുകയാണെന്നുണ്ടെങ്കിൽ പലയിടത്തും മുളച്ചു പൊന്തും നമ്മൾ കാണുന്നുണ്ട്. മറ്റേ റൊണാൾഡോയ്ക്കൊപ്പം അല്ലെങ്കിൽ എംബാപ്പയ്ക്കൊപ്പം ഒക്കെ അതിനിടയിലൊക്കെ ആ ഫ്ലക്സുകൾ വെക്കുന്നുണ്ട്. അത് ഒരു കൂട്ടം അവരുടെ ഏത് രാജ്യത്തെയാണ് എന്നുള്ളതല്ല, അവരുടെ ഫുട്ബോളിൽ അവർ പിന്തുണയ്ക്കുന്ന രാജ്യം മറ്റേതെങ്കിലും ആകാം. പക്ഷെ നമ്മുടെ നാട്ടിൽ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾ ലോകകപ്പിൽ ഒരു ചരിത്ര നേട്ടം സൃഷ്ടിക്കുമ്പോൾ ആ ചരിത്ര നേട്ടത്തെ നമ്മളൊന്ന് അംഗീകരിക്കണ്ടേ? ആ നന്മയുള്ള മനുഷ്യരുടെ ശബ്ദമാണ് വിദ്വേഷികളുടേക്കാൾ ഉറക്കെ കേൾക്കേണ്ടത്. കറുത്ത ചിന്തകളുള്ള ചെറിയ വിഭാഗത്തിന് നമ്മുടെ നാടിന്റെ സ്നേഹത്തെ തോൽപ്പിക്കാൻ കഴിയുമെന്ന് ഒരു കാരണവശാലും പ്രതീക്ഷിക്കേണ്ട. പക്ഷെ നന്നാഴി വേണ്ട എന്നത് വലിയൊരു ദുരന്തമാണ് നമുക്ക്. എത്ര വലിയ പാൽപ്പായസം എത്ര വലിയ ചെമ്പിലുണ്ടാക്കി കഴിഞ്ഞാലും അതിലൊരു അല്പം വിഷം വീണ് കഴിഞ്ഞാൽ ആ പാൽപ്പായസ ചെമ്പ് മുഴുവൻ എടുത്ത് ഒഴിവാക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. ഇത്രയധികം മത സാഹോദര്യത്വ ബോധമുള്ള മനുഷ്യത്വമുള്ള വലിയൊരു സമൂഹത്തിന്റെ ഇടയിൽ നിന്നുകൊണ്ട് ഒന്നോ രണ്ടോ എണ്ണം ഇങ്ങനെ വംശീയതയുടെ വിഷം ചുറ്റുമ്പോൾ മറ്റുള്ളവർക്ക് മുന്നിൽ നമ്മൾ നാണം കെടുന്ന ഒരു സാഹചര്യമുണ്ട്. നമ്മുടെ അഭിമാനമൊക്കെ എടുത്ത് കൊട്ടയിലേക്ക് ഇടുന്ന തോട്ടിലിടേണ്ട ഒരു സാഹചര്യം വരുന്നുണ്ട്. വംശീയയുടെ വിഷം ചുറ്റുന്ന മനുഷ്യർക്ക് മുന്നിൽ സ്നേഹത്തിന്റെയും മനുഷ്യത്വത്തിന്റെയും ഒക്കെ വലിയൊരു മതിൽ തീർക്കാൻ നമുക്ക് കഴിഞ്ഞേ പറ്റൂ. ഇതിനുള്ള സമയം വൈകിയെന്നാണ് തോന്നുന്നത്. തഹസിൻ മുഹമ്മദ് എന്ന മലയാളി താരം ലോകവേദിയിൽ പന്തുമായി കുതിക്കുമ്പോൾ വിദ്വേഷത്തിന്റെ അതിരുകളെ എല്ലാം ഭേദിച്ച് ഓരോ മലയാളിയുടെയും ഓരോ ഇന്ത്യക്കാരന്റെയും പ്രാർത്ഥനകളും സ്നേഹവും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടാകണം. അദ്ദേഹം അഭിമാനമായി നമ്മുടെ കൂടെ നിൽക്കണം. ഇനി നാളെ നമ്മൾ മലയാളികളൊപ്പം നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ആ ലോകകപ്പ് കളിക്കാൻ ആളുണ്ടാകണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ നമ്മൾ ഇപ്പോൾ തന്നെ ചിന്തിച്ചു തുടങ്ങിയേ പറ്റൂ. Different angles. Don't forget to subscribe and support this channel.